നമസ്കാരം. ശബരിമലയിലെ സ്വർണ്ണപ്പാളിയുടെ തൂക്കത്തിൽ വന്ന കുറവ് നിയമസഭയിൽ അടിയന്തര പ്രമേയമായി ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം സ്പീക്കർ എൻ ഷംസീർ നിരാകരിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. വിഷയം ഹൈക്കോടതിയുടെ പരിഗണനയിലാണെന്നും ചട്ടപ്രകാരം സഭയിൽ ചർച്ച ചെയ്യാൻ സാധിക്കില്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് സ്പീക്കർ അനുമതി നിഷേധിച്ചത്. ശ്രീകോവിലിലെ ശില്പം പൊതിഞ്ഞ സ്വർണ്ണപ്പാളി അനുമതിയില്ലാതെ കൊണ്ടുപോയതും സ്വർണ്ണപ്പാളിയുടെ തൂക്കം 4 കിലോയോളം കുറഞ്ഞു എന്ന് കണ്ടെത്തിയത് വിശ്വാസ സമൂഹത്തിൽ കടുത്ത ആശങ്കയുണ്ടാക്കിയെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയം അവതരിപ്പിക്കാനും ചർച്ച നടത്താനും അനുമതി ആവശ്യപ്പെട്ടത്. സ്പീക്കർ അടിയന്തര പ്രമേയം അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് വാക്കൌട്ട് നടത്തുകയായിരുന്നു. സ്വർണം അടിച്ചുമാറ്റിയതിന്റെ പാപം തീർക്കാനാണോ അയ്യപ്പ സംഗമം എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചോദിച്ചു. തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പാണ് മാസ്റ്റർ പ്ലാൻ ഓർമ്മിക്കുന്നത്. മറുപടി കിട്ടാതെ വിശ്വാസികൾ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കരുത്. വിഷയത്തിൽ സഭയ്ക്കും അകത്തും പുറത്തും സമരം നടത്തുമെന്നും സതീശൻ പറഞ്ഞു. തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. ശബരിമല ശ്രീകോവിലിന്റെ സ്വർണ്ണപ്പാളി ഉരുക്കാൻ കൊണ്ടുപോകുമ്പോൾ 42 കിലോ തൂക്കമുണ്ടായിരുന്നുവെന്നും എന്നാൽ 1.5 മാസത്തെ കാലതാമസത്തിനു ശേഷം ഇതിൽ 4 കിലോ കുറഞ്ഞെന്നും പ്രതിപക്ഷം ആരോപിച്ചു. 4 കിലോ സ്വർണം ശബരിമലയിൽ നിന്ന് അടിച്ചു മാറ്റിയിട്ട് ഈ സഭയിൽ ഇത് ചർച്ച ചെയ്യാൻ അനുവദിക്കില്ല എന്ന് പറയുന്നത് വളരെ തെറ്റായ കീഴ്വഴക്കമാണെന്ന് പ്രതിപക്ഷ നേതാവ് സഭയിൽ പറഞ്ഞു. ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനത്തിന്റെ പശ്ചാത്തലത്തിൽ വിഷയം അതീവ ഗൗരവമുള്ളതാണെന്നും കേരളത്തിലെ വിശ്വാസി സമൂഹം ചർച്ച ചെയ്യുന്ന ഈ വിഷയത്തിലെ യാഥാർത്ഥ്യം പൊതുജനം അറിയണമെന്നും പ്രതിപക്ഷം വാദിച്ചു. മുൻപും കോടതിയുടെ പരിഗണനയിലുള്ള വിഷയങ്ങൾ സഭ ചർച്ച ചെയ്തിട്ടുണ്ടെന്നും പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി. എന്നാൽ വിഷയം ഹൈക്കോടതിയുടെ പരിഗണനയിലാണെന്നും സെപ്റ്റംബർ 17 ഉത്തരവ് പ്രകാരം കോടതി 3 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും സ്പീക്കർ വ്യക്തമാക്കി. കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു വിഷയം നിയമനിർമ്മാണ സഭയ്ക്ക് ചർച്ച ചെയ്യാൻ കഴിയില്ലെന്ന ചട്ടവും കീഴ്വഴക്കവും ചൂണ്ടിക്കാട്ടിയാണ് പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചത്. സാധാരണ മന്ത്രിയുടെ വിശദീകരണത്തിന് ശേഷമാണ് സ്പീക്കർ റൂളിംഗ് നൽകാറുള്ളതെങ്കിൽ ഇത്തവണ സ്പീക്കർ നേരിട്ട് തന്നെ വിഷയം ചർച്ച ചെയ്യാൻ കഴിയില്ലെന്ന് വ്യക്തമാക്കിയായിരുന്നു. അതേസമയം പ്രതിപക്ഷത്തിന് കൊതിക്കറുവെന്നാണ് MP രാജേഷ് പറഞ്ഞത്. അയ്യപ്പ സംഗമം കലക്കാൻ പ്രതിപക്ഷം ശ്രമിച്ചെങ്കിലും അത് നടന്നില്ലെന്നും അതിന്റെ അതൃപ്തിയാണ് കോടതിയിലിരിക്കുന്ന കാര്യം മനഃപൂർവ്വം കൊണ്ടുവന്ന് ബഹളമുണ്ടാക്കിയെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ ശബരിമലയോട് സർക്കാർ അവഗണന തുടരുകയാണെന്നും ഇക്കാര്യം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നുമാണ് പ്രതിപക്ഷം ആവശ്യപ്പെട്ടത്. കേസ് ഈ മാസം 30 വീണ്ടും പരിഗണനയ്ക്ക് വരുന്നുണ്ടെങ്കിലും ഇന്ന് അത് ചർച്ച ചെയ്തെങ്കിൽ കഴിഞ്ഞ 3 ദിവസത്തേക്കാൾ പരിഹാസ്യരായി പ്രതിപക്ഷത്തിന് ഇറങ്ങിപ്പോകേണ്ടി വന്നേനെയെന്ന് P രാജീവും പറഞ്ഞു. പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷ നേതാവും സ്പീക്കറും തമ്മിൽ തർക്കമുണ്ടായി. തുടർന്ന് പ്രതിപക്ഷ നേതാവ് വാക്കൌട്ട് പ്രഖ്യാപിക്കുകയും പ്രതിപക്ഷ അംഗങ്ങൾ സർക്കാരിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് സഭ വിട്ടിറങ്ങുകയും ചെയ്തു. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതോടെ സഭ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടന്നു. സഭാ നടപടികൾ തീരുന്ന സാഹചര്യത്തിൽ പ്രതിപക്ഷം സഭാ നടപടികൾ ബഹിഷ്കരിച്ച് സമരം താൽക്കാലികമായി അവസാനിപ്പിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. കേരളത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിച്ച കസ്റ്റഡി മർദ്ദനത്തിന് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്നതുവരെ നിയമസഭയ്ക്ക് അകത്തും പുറത്തും സമരം തുടരും. ഈ വിഷയത്തിൽ വലിയ സമരങ്ങളിലേക്ക് കേരളം പോകാൻ പോവുകയാണെന്ന് സതീശൻ പറഞ്ഞു. കൂടാതെ ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണം മോഷ്ടിച്ചതിനെക്കുറിച്ചാണ് ഇന്ന് അടിയന്തര പ്രമേയം ആവശ്യപ്പെട്ടതെന്നും സ്വർണം പൂശിയ ശില്പം നന്നാക്കാൻ ചെന്നൈയിൽ കൊണ്ടുപോയപ്പോൾ 4 കിലോ സ്വർണ്ണമാണ് നഷ്ടപ്പെട്ടതെന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. ദേവസ്വം ബോർഡിലെയും സർക്കാരിലെയും ചിലർ ചേർന്നാണ് അയ്യപ്പന്റെ 4 കിലോ സ്വർണം കൊള്ളയടിച്ചത്. എന്നിട്ടാണ് നാളെ അയ്യപ്പ സംഗമം നടത്താൻ പോകുന്നത്. ഇതിന് ഭക്തരോട് ഉത്തരം പറയണമെന്നും സതീശൻ പറഞ്ഞു.